BJP ദേശീയ നേതൃത്വത്തിൻ്റെ കാരുണ്യത്താലും തീരുമാനത്താലുമാണ് മാധ്യമ ഭീമനും വലിയൊരു സമ്പത്തിൻ്റെ ഉടമസ്ഥനുമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറെ ഒരു തിരഞ്ഞെടുപ്പിലും മത്സരിക്കാതെ തന്നെ രാജ്യസഭാംഗമാക്കി കേന്ദ്രമന്ത്രിസ്ഥാനം നൽകിയത്. ആ സ്ഥാനം അദ്ദേഹം ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു. എന്നാൽ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മലയാളിയാണെങ്കിൽ പോലും അന്യസംസ്ഥാനത്ത് താമസക്കാരനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ BJP ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളതും രണ്ടാം സ്ഥാനത്തുമായിട്ടുള്ള തിരുവനന്തപുരത്ത് മത്സരിച്ചുവെങ്കിലും നിലവിൽ MP ആയി അവിടെ തുടരുന്ന ശശി തരൂരിനോട് 15,000 വോട്ടിന് പരാജയപ്പെടുകയാണ് ചെയ്തത്. സാധാരണഗതിയിൽ BJPക്ക് വലിയ വോട്ടുകൾ ലഭിക്കാത്ത അവിടുത്തെ തീരദേശ മേഖലയിലടക്കം ധാരാളം പണം ചെലവാക്കിയെങ്കിലും രാജീവിന് അവിടെ വിജയിക്കുവാനായില്ല. എങ്കിലും പുതിയ മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം വീണ്ടും അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച രാജീവ് ചന്ദ്രശേഖരന് അവിടെയും തിരിച്ചടി നേരിട്ടതിനാലാണ് അദ്ദേഹത്തിനുണ്ടായ മോഹഭംഗത്താൽ താൻ ഇനി മുതൽ പൊതുപ്രവർത്തനം നിർത്തുകയാണെന്ന് ട്വിറ്ററിലൂടെ വ്യക്തമാക്കിയത്. അതും കേന്ദ്രത്തിൽ പുതിയ നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന അതേ സമയത്താണ് രാജീവ് ഈ പണി ചെയ്തത്. ഇത് സത്യത്തിൽ അധികാരം ഒരാളെ എത്രത്തോളം മതോത്തമനാക്കുന്നു എന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള തെളിവാണ്. പിന്നെ പണം കൊണ്ട് എല്ലാം നേടാമെന്നൊരു തോന്നലും. അതുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന തിരുവനന്തപുരത്തെ കടലോര മേഖലകളിലും പല മതസ്ഥാപനത്തിലുമൊക്കെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുവാനായി പണം അങ്ങനെ വാരിക്കോരി നൽകിയത്. പക്ഷേ പണം വാങ്ങി കീശയിലാക്കിയ മതനേതാക്കളന്മാരടക്കം NDAക്ക് വോട്ട് ചെയ്തില്ല. പകരം അവർ സ്ഥിരം ശൈലിയായിട്ടുള്ള ആ ഹിന്ദുത്വ പാർട്ടി എന്ന് മുദ്രകുത്തി BJPക്കെതിരായി അവിടെ വോട്ട് കുത്തി. എങ്കിലും മോഹഭംഗം വന്നുവെങ്കിൽ എവിടെയെങ്കിലും നിരന്തരമായി തോറ്റുപോയ ശീലമില്ലാത്തതിൽ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പുറത്ത് സുരേഷ് ഗോപിയുടെയും അവസ്ഥയും ഇത് തന്നെയാണ്. ഈ പ്രാവശ്യം തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹവും ഈ പണി നിർത്തിപ്പോയേനെ. നേരത്തെ മത്സരിച്ച ആ 2 മത്സരങ്ങളിലും ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകിയതിനാലാണ് വീണ്ടും ഒരു അംഗത്തിന് അദ്ദേഹം തയ്യാറായത്. കഴിഞ്ഞ 5 വർഷക്കാലം തൃശ്ശൂരിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചത്, എന്നിട്ടും വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കേന്ദ്രമന്ത്രി, അത് ആരെക്കാലും ഉറപ്പും ആഗ്രഹവും ഉണ്ടായിരുന്നു സുരേഷ് ഗോപിക്ക്. പക്ഷേ മന്ത്രിസ്ഥാനം പങ്കുവച്ചപ്പോൾ സഹമന്ത്രിസ്ഥാനം ലഭിച്ചത് ഒരു വലിയ കുറവായി കണ്ട അദ്ദേഹത്തിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതാണ്. അതങ്ങനെ എല്ലാം തള്ളിക്കളയാനും ആവില്ല. വലിയ ഭൂരിപക്ഷത്തിലും കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ആദ്യമായി താമര വിരിയിച്ച ആളായതിനാലും ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം തന്നെയാണ് സുരേഷ് ഗോപിയും സ്വപ്നം കണ്ടത്. അതാണ് സഹമന്ത്രിസ്ഥാനമെന്ന് കേട്ടപ്പോൾ കുറച്ചു മണിക്കൂറെങ്കിലും അദ്ദേഹത്തിനും മോഹഭംഗമുണ്ടായത്. അവിടെയാണ് മറ്റൊരു കേന്ദ്രമന്ത്രിയായ കേരളത്തിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്ത ജോർജ് കുര്യനിൽ നാം കാണേണ്ടത്. നിലവിൽ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. BJPയുടെ നിരവധി ചുമതലകൾ വഹിച്ചിട്ടുള്ളതും നിരവധി തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് തോറ്റമ്പയിട്ടുള്ള ഒരാളുമാണ്. BJP രൂപീകരിക്കും മുമ്പേ ജനസംഘം എന്ന പാർട്ടിയിലൂടെ കടന്നു വന്ന ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് അഭിഭാഷകൻ കൂടിയായിട്ടുള്ള ജോർജ് കുര്യൻ. ഹിന്ദുക്കൾ പോലും BJPയിലേക്ക് വരാൻ മടിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നുവെന്ന് അതൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ കിട്ടിയ കേന്ദ്രമന്ത്രി സ്ഥാനം അത് തന്നെ അദ്ദേഹം ഡൽഹിയിൽ ചെന്ന് തീരുമാനമെടുക്കുന്ന അവസാന മണിക്കൂറുകളിലാണ് ജോർജ് കുര്യൻ പോലും അത് ഉറപ്പിച്ചത്. കാരണം ഇതെല്ലാം ഞാനിന്മേൽ കളിയാണെന്ന് അദ്ദേഹത്തിനറിയാം. നടന്നാൽ നടന്നു. അതുകൊണ്ടാണ് സ്വന്തം ഭാര്യയോട് കുടുംബത്തോട് പോലും ജോർജ് കുര്യൻ ഒരു സൂചന പോലും അത് നൽകാതിരുന്നത്. കേരളത്തിൽ നിന്നും കേന്ദ്രമന്ത്രിയാകാനുള്ള സാധ്യതാ പട്ടികയിൽ ജോർജ് കുര്യൻ്റെ പേര് കൂടി അത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം അത് V മുരളീധരൻ വഴിയൊക്കെ അദ്ദേഹം ഒരു സൂചന ജോർജ് കുര്യന് കിട്ടിയിരുന്നു എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ അതൊന്നും ഒരു ഉറപ്പുമില്ലാത്തതിനാൽ ജോർജ് കുര്യൻ്റെ മോഹഭംഗം ഉണ്ടാകുകയുമില്ല. ഇതാണ് അനുഭവസ്ഥരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. BJP ഇനിയും വളരും തോറും മോഹഭംഗക്കാരുടെയും എണ്ണവും കൂടി വരുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.